മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകം. ഗ്രീഷ്മ ഇന്റലിജന്റ് ക്രിമിനൽ. വിവാഹം നിശ്ചയിച്ച ശേഷവും തുടർന്ന ലൈംഗിക ബന്ധം. ജ്യൂസ് ചലഞ്ച് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള തെളിവ്. ഒടുവിൽ ഷാരോണിന്റെ കുടുംബത്തിന് നീതി. കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തിന് കോടതിയുടെ അഭിനന്ദനം. ഷാരോൺ രാജിന്റെ കൊലപാതകം. പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര കോടതി. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമാണിതെന്നും കോടതി നിരീക്ഷിച്ചു. പ്രായത്തിൻ്റെതായ ഒരു പരിഗണനയും പ്രതി അർഹിക്കുന്നില്ല. അത്രയ്ക്കും ഹീനമായ കൃത്യമാണ് പ്രതി നടത്തിയിരിക്കുന്നത്. ആന്തരികാവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത്. പ്രകോപനമില്ലാത്ത കൊലപാതകമാണിതെന്നും കോടതി വിധി പുറപ്പെടുവിപ്പിക്കും മുൻപ് നടത്തിയ നിരീക്ഷണങ്ങളിൽ കോടതി ചൂണ്ടിക്കാട്ടി. ഗ്രീഷ്മ ഒരു ഇന്റലിജന്റ് ക്രിമിനൽ ആണെന്ന് കോടതി അഭിപ്രായപ്പെട്ടതായി പ്രോസിക്യൂഷൻ പറഞ്ഞു. ബന്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. ഗ്രീഷ്മയുടേത് വിശ്വാസ വഞ്ചനയാണ്. എന്നാൽ മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല. പ്രണയത്തിന്റെ ആഴമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും കോടതി പറഞ്ഞു. ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നറിയേണ്ട കാര്യം കോടതിക്കില്ല. ഷാരോൺ റെക്കോർഡ് ചെയ്ത ജ്യൂസ് ചാലഞ്ച് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള തെളിവാണെന്നാണ് കോടതി വിലയിരുത്തുന്നത്. 11 ദിവസം ഷാരോണിന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും ഗ്രീഷ്മയെ അയാൾ അവിശ്വസിച്ചില്ല. ഗ്രീഷ്മയെ നിയമ നടപടിക്ക് വിധേയമാക്കരുതെന്ന് ഷാരോൺ ആഗ്രഹിച്ചിരുന്നു. വാവി എന്നാണ് ഷാരോൺ ഗ്രീഷ്മയെ വിളിച്ചിരുന്നത്. എന്നാൽ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം ഗ്രീഷ്മ തുടരുകയായിരുന്നു. മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ച ശേഷവും പ്രതി ഷാരോണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി തെളിഞ്ഞെന്നും കോടതി പ്രസ്താവിച്ചു. ഒക്ടോബർ 14-ന് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊലപ്പെടുത്താനാണ് വിളിക്കുന്നതെന്ന് ഷാരോണിന് അറിയില്ലായിരുന്നു. പ്രകോപനമൊന്നുമില്ലാതെയാണ് കൊലപാതകം നടത്തിയത്. ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ല. കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിയുടെ കൗശലം വിജയിച്ചില്ല. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് നൽകിയത്. ഗ്രീഷ്മ മുൻപും ഒരു വധശ്രമം നടത്തിയിരുന്നു. വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്തു. ഘട്ടം ഘട്ടമായി കൊലപാതകം നടത്തുകയായിരുന്നു ലക്ഷ്യം. ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം അന്വേഷണത്തെ വഴിതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതിനാൽ ഗ്രീഷ്മ മറ്റു കുറ്റകൃത്യത്തിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ല എന്ന വാദം കണക്കിലെടുക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഷാരോൺ കൊലപാതക കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയ്ക്ക് പുറമെ 2 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. കൊലപാതകത്തിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും, അന്വേഷണം വഴിതിരിച്ചുവിട്ട കുറ്റത്തിന് 5 വർഷം തടവും 50,000 രൂപ പിഴയും കോടതി വിധിച്ചു. ഗ്രീഷ്മയുടെ അമ്മാവനും 3-ാം പ്രതിയുമായ നിർമ്മൽ കുമാറിന് 3 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേസിലെ 2-ാം പ്രതിയായ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു. ഈ കേസ് അന്വേഷണത്തിൽ പോലീസ് കാണിച്ച മികവിനെ കോടതി പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. ദൃക്സാക്ഷികളില്ലാത്തൊരു കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമർത്ഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായെന്നും കോടതി നിരീക്ഷിച്ചു. മാറിയ കാലത്തിനനുസരിച്ചുള്ള അതിസമർത്ഥമായ അന്വേഷണമാണ് നടന്നത്. കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ പോലീസ് പിടിക്കുന്നതുവരെ തെളിവുകൾ താൻ തന്നെ ചുമന്നു നടക്കുകയാണെന്ന് പ്രതി അറിഞ്ഞിരുന്നില്ലെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നു.